രാജീവ് എന്ന ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അവന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവന് കൂട്ടുകാർ കുറവായിരുന്നു. അവൻ ജോലി അന്വേഷണത്തിലായിരുന്നു. അവൻ പക്ഷേ എപ്പോഴും ദുഃഖിതനായിരുന്നു. അവന് സന്തോഷം തോന്നാറില്ല. എപ്പോഴും ചെറുപ്പകാലങ്ങളിലെ ചിന്തകൾ അവനെ അലട്ടാറുണ്ടായിരുന്നു. എപ്പോഴും അവൻ്റെ മനസ്സിൽ ആകുലതകളായിരുന്നു. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ചിന്തകളും. അവൻ്റെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവന് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല. ജോലി ഇൻ്റർവ്യൂകളിൽ അവൻ സ്ഥിരമായി പരാജയപ്പെടുകയായിരുന്നു. അവൻ വളരെയേറെ അസ്വസ്ഥനായി. എന്തു ചെയ്യും? എനിക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും? അങ്ങനെയിരിക്കെയാണ് അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു സുഹൃത്തിനെ കാണാൻ അവന് പോകേണ്ടി വന്നത്. അവിടെ അവൻ 2 ദിവസം താമസിക്കാനിടയായി. കൂട്ടുകാരൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ സംസാരമധ്യേ അവൻ്റെ പ്രശ്നം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഒരു വെസൽ നിറയെ വെള്ളം അവനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോൻ ഇതുമായി ഈ ഗ്രാമത്തിൻ്റെ അറ്റം വരെ പോയി തിരിച്ചു വരിക. ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തുളുമ്പിപ്പോകാൻ ഇടവരരുത്. ഇതാണോ ഇത്ര ബുദ്ധിമുട്ട്? ഞാനിപ്പോൾ തന്നെ പോയി വരാം. അവൻ ആ നിറഞ്ഞ വെസലുമായി റോഡിലൂടെ നടന്നു. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അവൻ ആരെയും ശ്രദ്ധിച്ചില്ല. അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും വെസലിലായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാതെ അവൻ വളരെ ശ്രദ്ധയോടെ നടന്നു. ഗ്രാമ അതിർത്തിയിലെത്തി തിരിച്ചു വന്നു. വഴിയോരങ്ങളിൽ പലരും അവനെ ശ്രദ്ധിച്ചു. എങ്കിലും അവൻ ആരെയും ശ്രദ്ധിച്ചില്ല. പക്ഷേ ആരും അവനെ ശല്യപ്പെടുത്തിയുമില്ല. അവൻ തിരിച്ച് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തെത്തി. അവൻ പറഞ്ഞു, ദാ ഫാദർ, ഈ ടാസ്കിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, നിനക്ക് ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്താതെ എങ്ങനെയാണ് വിജയിക്കാൻ കഴിഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ ഇതിൽ മാത്രം പൂർണ്ണമായും ശ്രദ്ധിച്ചു. ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതിൽ വിജയിക്കുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, അപ്പോൾ നിന്റെ മനസ്സിലെ ചിന്തകൾ നിന്നെ അലട്ടിയില്ലേ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചു. ചുറ്റും നടന്നതൊന്നും എന്നെ അലട്ടിയില്ല. മകനെ, ഇതാണ് നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം. നീ പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് ഇപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് റിയാലിറ്റി അല്ല. ഭാവിയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പ്രസന്റ് മൊമെന്റ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് യാഥാർത്ഥ്യവും വിജയകരവുമാക്കുക. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിച്ച് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട പ്രസന്റ് നീ നഷ്ടപ്പെടുത്തുകയാണ്. നീ നിന്റെ എല്ലാ ശക്തിയും എടുത്ത് ഈ നിമിഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കുക. പ്രസന്റ് മൊമെന്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവന് അവൻ്റെ തെറ്റു മനസ്സിലായി. അവൻ ദൃഢനിശ്ചയത്തോടെ വീട്ടിലേക്ക് മടങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്.